ഫ്രണ്ട്സ്, റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. കുറച്ച് ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ സോയ സോസ്, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ മൈദ മാവ്, 1/2 ടേബിൾ സ്പൂൺ വിനീഗർ, 1 മുട്ട, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ച് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് നന്നായി പൊരിച്ചെടുക്കാം. ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഒരു ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ലൈറ്റായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ്, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കി ഒഴിച്ചെടുക്കാം. എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളം ചേർക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും, 1 തക്കാളി, നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.